തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ കിട്ടാതെ ചവറ സ്വദേശി വേണു മരിച്ച സംഭവത്തിൽ ആശുപത്രി അധികൃതർക്കും ജീവനക്കാർക്കും ഗുരുതര വീഴ്ചയെന്ന അന്വേഷണ റിപ്പോർട്ട്. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടാണ് പുറത്തുവന്നത്. വേണുവിന്റെ മരണത്തിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം മുതൽ മെഡിക്കൽ കോളേജ് വരെ പിഴവ് സംഭവിച്ചെന്നാണ് റിപ്പോർട്ടിലെ കണ്ടെത്തൽ. ഹൃദയാഘാതമുണ്ടായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വേണുവിന് കഴിഞ്ഞ നവംബറിലാണ് ചികിത്സ നിഷേധിക്കപ്പെട്ടത്. പിന്നാലെ വേണുവിന്റെ ശബ്ദ സന്ദേശങ്ങളടക്കം പുറത്തുവന്നു. വേണു മരിച്ചതിനെ തുടർന്ന് കുടുംബം നൽകിയ പരാതിയിലായിരുന്നു അന്വേഷണം. വിദഗ്ധ സമിതി റിപ്പോർട്ടിൽ വിവിധ ഘട്ടങ്ങളിലായുണ്ടായ വീഴ്ചകൾ എടുത്തു പറയുന്നു. വേണുവിനെ ആദ്യം പ്രവേശിപ്പിച്ച ചവറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ അദ്ദേഹത്തിന് ഹൃദയാഘാതമാണെന്ന് കണ്ടെത്താൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞില്ല. ജില്ലാ ആശുപത്രിയിൽ രോഗം സ്ഥിരീകരിച്ചെങ്കിലും അടിയന്തര ചികിത്സ നൽകിയില്ല. അടിയന്തര ചികിത്സ നൽകിയിരുന്നെങ്കിൽ ജീവൻ രക്ഷിക്കാമായിരുന്നു എന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ആശുപത്രിയിലെ കാത്ത് ലാബ് മുഴുവൻ സമയവും പ്രവർത്തിക്കാതിരുന്നതും കാർഡിയോളജി വിഭാഗത്തിൽ ആവശ്യത്തിന് ഡോക്ടർമാരും ജീവനക്കാരുമില്ലാത്തതും തിരിച്ചടിയായി. കൂടാതെ മെഡിക്കൽ കോളേജിലേക്കുള്ള റഫറൽ നടപടികളും യാത്രയും വൈകിയതും വീഴ്ചയായി കണക്കാക്കുന്നു. ആൻജിയോഗ്രാം ചെയ്യാനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ച വേണുവിനെ ICUവിൽ പ്രവേശിപ്പിക്കുന്നതിന് പകരം മെഡിക്കൽ വാർഡിൽ കിടത്തി. ആൻജിയോഗ്രാമിനായി ഒരാഴ്ചയോളം കാത്തിരിക്കേണ്ട സാഹചര്യമുണ്ടായതായും റിപ്പോർട്ടിലുണ്ട്. ചികിത്സാ പിഴവുകൾ അക്കമിട്ട് നിരത്തുന്നുണ്ടെങ്കിലും വീഴ്ച വരുത്തിയ ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കാൻ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നില്ല. പകരം കൂട്ടിരിപ്പുകാരോടുള്ള പെരുമാറ്റത്തിൽ മാറ്റം വരുത്തണമെന്നുള്ള നിർദ്ദേശം മാത്രമാണ് നൽകിയിരിക്കുന്നത്. ആരോഗ്യവകുപ്പും മന്ത്രിയും ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് വേണുവിന്റെ കുടുംബം ചോദിക്കുന്നത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അധികൃതർ കർശന നടപടിയെടുക്കണമെന്നതാണ് ആവശ്യം. ജനം, കൊല്ലം.